ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫൗസിയ ദമ്പതിമാർക്ക് വേണ്ടി 11 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ അടിപൊളിയായി നിർമ്മിച്ച ഈ ഒരു വീടാണ്. വീടിൻ്റെ എലിവേഷൻ വളരെ ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. എലിവേഷൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഷോ വാള്, ഗ്ലാസ് ആൻഡ് റെയിൽ, ടെക്സ്ചർ വർക്ക് എന്നിവയാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. ഓപ്പൺ കൺസെപ്റ്റ് ആയിട്ടാണ് സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. പില്ലറുകളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ ധാരാളമായിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ അതേ ലെങ്ത്തിൽ തന്നെ ഇവിടെ 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിന്റെ ഒരു സൈഡിലേക്കായിട്ട് പ്ലാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിന്റെ ബാക്ക് സൈഡ് വാള് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 230x330 ആണ് ഈ ഒരു സിറ്റ് ഔട്ടിന്റെ സൈസ് വരുന്നത്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വിട്രിഫൈഡ് ടൈലാണ്. ആ ഒരു പ്ലാൻ ബോക്സിന്റെ സൈഡിലായിട്ട് ഇവിടെ ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്കായിട്ട് വിൻഡോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ടഫൻഡ് ഗ്ലാസ് ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറ് മഹാഗണി വുഡിൽ ടീക്ക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടും ഭംഗിയിലുമാണ് ഈ ഒരു ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലിവിങ് ഏരിയ പരിചയപ്പെടാം. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ്. അതിനകത്ത് ജാലി കട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. 340x330 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന് മാച്ചായി വരുന്ന ഒരു കോർണർ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു TV യൂണിറ്റ് ആണ്. മൾട്ടിവുഡ് ഡിസൈൻ തന്നെയാണ്. നല്ല ഭംഗിയിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ഷെൽഫ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. 490x470 സൈസിലാണ് ഈ ഒരു ഡൈനിങ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് സ്റ്റെയർ, 2 ബെഡ്റൂംസ്, സ്റ്റഡി ഏരിയ എന്നിവ കൊടുത്തിട്ടുള്ളത്. നേരെ കാണുന്നത് കിച്ചണാണ്. ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 8 സീറ്റോട് കൂടിയിട്ടുള്ള ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഇനി സ്റ്റഡി ടേബിൾ നോക്കാം. മുകളിലും താഴെയുമായിട്ട് ഷെൽഫ് വന്നിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പാസേജിലായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. വാളിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു പാസേജിലാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 350x400 സൈസിലാണ്. ബാത്ത് അറ്റാച്ചഡോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള 2 സൈഡ് ടേബിൾ വരുന്ന മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളൊരു കോട്ടാണ്. ഒരു ഭാഗം ടെക്സ്ചർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഈ ഒരു രീതിയിൽ തന്നെയാണ് സീലിംഗ് വരുന്നത്. സൈഡിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസിന് പാനൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് വരുന്നത്. മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ്. റൂമിലേക്ക് കടന്ന് വരുന്ന ഭാഗത്താണ് ഇവിടെ ബാത്റൂം വന്നിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോറിനും പാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈബർ ഡോറാണ് നൽകിയിട്ടുള്ളത്. വാളിലായിട്ട് 2x4 വിട്രിഫൈഡ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ജാഗോറിൻ്റെതാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗമാണ് കേട്ടോ. നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ താഴ്ഭാഗം നോക്കാം.
ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഷെൽഫ് നൽകിയിട്ടുണ്ട്. എവിടെയും സ്റ്റഡി ഏരിയ വേണമെങ്കിൽ ആക്കാം, അതല്ല പ്രെയർ റൂമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ബെഡ്റൂം നോക്കാം. 350-330 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. റൂമിലേക്ക് കടന്നു വരുന്ന ഈ ഒരു കോർണറിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ വർക്കാണ്, നല്ല സ്റ്റോറേജിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സൈഡിലാണ് സൈഡ് ടേബിൾ വരുന്നത്. ഹെഡ് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അതിനകത്ത് ഒരു മേക്കപ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂം വരുന്നത്. 210-150 സൈസിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. ടൈൽ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കിച്ചണാണ് കാണാനുള്ളത്. നല്ല ഭംഗിയിൽ ഓപ്പൺ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് കിടക്കുന്ന ഭാഗത്ത് മൾട്ടിവുഡിൽ തന്നെ CNC കട്ടിങ് കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ പാനലാണ് വരുന്നത്. ടോപ്പിൽ വന്നിട്ടുള്ളത് നാനോ വൈറ്റ് ആണ്. മുകളിലായിട്ട് ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചൻ്റെ സൈസ് വരുന്നത് 520-330 ആണ്. നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കിച്ചൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് കൊടുത്തിട്ടുള്ള ബാർ ചെയറാണിത്. കൂടാതെ ഇവിടെ ഒരു നോർമൽ ടേബിൾ കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ക്രോക്കറി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്പർ ക്യാബിനറ്റ് വരുന്നത് മൾട്ടിവുഡിലാണ്. ലോവർ ക്യാബിനറ്റ് വരുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ്. ഈ ഒരു ഭാഗത്താണ് വുഡ് ആൻഡ് നോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാളിൽ ചെയ്തിട്ടുള്ളത് 2x4 വൈറ്റ് ടൈലാണ്. ഒരു ഭാഗത്താണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് മിക്സിക്കും മറ്റും പോയിന്റ് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് വരുന്നത് ഈ ഒരു രീതിയിലാണ്, പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് 4 ഡ്രോവറുകൾ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് കട്ട്ലറി ബോക്സ് ആണ്, ആ ഒരു സ്റ്റീൽ വർക്കാണ് വരുന്നത്. ഇതിനകത്ത് പ്ലേറ്റ് ട്രേ ആണ്. ഇനി ഈ ഒരു ഭാഗം അപ്പർ ക്യാബിനറ്റ് നോക്കാം. ഇതും ഈ ഒരു രീതിയിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഹാൻഡിലൊക്കെ നോക്കിക്കോളൂ കേട്ടോ. വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റോർ റൂം ആണെങ്കിലും ധാരാളം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലാബ് വാർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ സ്പേസേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തത് കാരണം ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട്. ലെങ്തി ആയിട്ടുള്ളൊരു വർക്ക് ഏരിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് പ്ലാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് സിങ്ക്, ഗ്യാസ്, വിറകടുപ്പ് എന്നിവയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
വെന്റിലേഷന് വേണ്ടിയിട്ട് GI ആണ് നൽകിയിട്ടുള്ളത്. സിങ്കിന് മുകളിലായിട്ട് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. 2 ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് നൽകിയിട്ടുള്ളത്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പൈസസ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കാണാം. സ്റ്റെയർ ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് വുഡിലും ഗ്ലാസ്സിലും ആണ്. സ്റ്റെപ്പിൽ കൊടുത്തിട്ടുള്ളത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു ലാൻഡിങ്ങിലായിട്ട് ടെക്സ്ചർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലാൻഡിങ്ങിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ്. ഈ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കടന്നു വരുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഡൈനിങ്ങിൽ നിന്ന് കാണുന്ന ഡബിൾ ഹൈറ്റുള്ള ഏരിയയാണ്. ഈ ഒരു ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് 2 ബെഡ്റൂമും റൈറ്റ് സൈഡിലേക്കായിട്ട് കോമൺ ബാത്റൂമും ഓപ്പൺ ടെറസുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഗ്ലാസ് ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ്. ഇവിടെ വലിയ ഗ്ലാസ് വിൻഡോ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് നോക്കാം. ഇവിടെ ഫർണിഷിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കുഞ്ഞു ബാൽക്കണി കൂടി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ റൂമിന് വലിയ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എലിവേഷനിൽ കണ്ടിട്ടുള്ള ആ ഒരു ഏരിയ ആണ്. ഇനി ഇതിനോട് ചേർന്ന് വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം കാണാം. (350-330) സൈസിലാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഒരു നോർമൽ കോട്ടും വാർഡ്രോബുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ട് ബാത്റൂം കൊടുത്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു ടൈൽ ഡിസൈനാണ്. 210-150 സൈസിലാണ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള കോമൺ ബാത്റൂം നോക്കാം. അത്യാവശ്യം നല്ലൊരു സൈസിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ടെറസ് ഒന്ന് നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.